എല്ലാ ഞായറാഴ്ച അമ്പലത്തിൽ പോകുന്നത് ഒരു മനസ്സിലൊന്ന് പ്രാർത്ഥിക്കാനും 10 പേരെ കാണാനും ഒരു വ്യക്തിയാ. ഞങ്ങളുടെ ആർക്കിപ്പോ സമയമില്ലല്ലോ. സത്യം പറഞ്ഞ ഇപ്പൊ നമ്മള് രണ്ടുപേരും ഒരേ ലെവല. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന അല്ലാത്തപ്പോഴോ ശരിക്കും പറഞ്ഞ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവുക കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കണം എന്നാണ്. പക്ഷെ ഇവിടെ ആരും പറയാൻ രാവിലെ തന്നെ തുടങ്ങുന്നു പണി. വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ പറയണ്ട. ഇവന് പകരം 10 മുടി തേങ്ങ വെച്ചാൽ മതിയല്ലെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടായിരുന്നു. എനിക്ക് ഇവനോട് പറയുന്നുണ്ട്. പക്ഷെ ഈ മുംബൈ മഹാനഗരത്തിൽ നിന്ന് അത് പറയാനുള്ള ഭാഗ്യമില്ല. ഇവിടെ എന്ത് തെങ്ങ്. അമ്മ എഴുന്നേറ്റോടാ. അമ്മ എഴുന്നേറ്റോന്ന് വട്ടിന്റെ വട്ട് യപ്പ് ഇവരൊക്കെ വിദ്യാഭ്യാസം കൂടിപ്പോയിന്റെ അങ്ങനെ അല്ല. എന്റെ ഭാഗത്ത് തെറ്റണ്ടേ? കെട്ടാൻ പോകുന്ന പെണ്ണിന് കുറച്ച് ഇംഗ്ലീഷ് പരിജ്ഞാനം വേണമെന്ന് ഗവൺമെന്റ് സ്കൂളിൽ 7ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ അമ്മയുടെയും മോന്റെയും മുന്നിൽ ഞാനിപ്പോ ഒരു തമാശയാ. വരാനുള്ളത് വന്നു. നീ വിരിക്കുന്നത് സ്വീകരിച്ചല്ലേ പറ്റൂ. മോനെ വാ വിളക്കെത്തിക്കാം. ആരോടാ കുടുംബത്തിന് ആരാരും സൗഖ്യം കഴിയണേ. എന്റെ ലുക്കിന് പറ്റിയല്ലോ കൃഷ്ണനും മതി. ഇപ്പൊ എന്തായിരുന്നു അവിടെ പുകഴ്ച. ഈ റോഡ് ചെയ്തതിനാ കാലം വരെ തോറ്റുപോയി. അന്ന് തൊട്ട് തുടങ്ങിയതായിട്ട് സംഭവം എന്തെങ്കിലും കളിക്കുന്നുണ്ട്. എന്താണെന്ന് പ്രൈസ് തരാമെന്ന് സാറിനുള്ള പേടി ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ ചെക്കിന് നോക്കിക്കൊണ്ട് നിന്നോട് എന്താ ഏതോ ഓൺലൈൻ ഗെയിമാ. അവന്റെ അമ്മയുടെ സ്വഭാവമാണ്. പറഞ്ഞിട്ട് കാര്യ ചേട്ടാ എന്നെ വേണോ വേണോ നമ്പർ ഇപ്പൊ കൊണ്ടുപോകാം.
എന്ന് പറയുന്നു. നല്ല കച്ചവടം ഉണ്ടോ? ആ കുഴപ്പമില്ല. ഇത്രയും വലിയ കുടുംബശാലകളെ പാർട്ടി ചെയ്യുന്നൂടെ? ആരാധനൊക്കെ തന്നെ, പക്ഷെ പാടി ചെയ്യാൻ ഞാനില്ല. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അതായത് നമ്മുടെ നഗരസേവ ശ്രീ ദാമോദർജി വരുന്നുണ്ട്. പാർട്ടിക്കാരെ ആരും ചർച്ച ചെയ്തിട്ടു. എവിടെ വന്ന നാശം. ആ പറ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? കഴിഞ്ഞ ആഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചത്. പിന്നെന്താ? ആ അതന്നെ, ആദ്യം കാലുകൾ വിട്ട എന്ത് പിടയ്ക്കുന്നു. വേദന സഹിക്കാതെ വരുമ്പോൾ ആ ഞാനൊന്ന് പിടയ്ക്കും. കാര്യമാക്കണ്ട, എല്ലാവരും കാലുകൾ ഒഴിച്ചതിന് ശേഷം ഹലോ ഹലോ എന്തേ പേടിച്ചു പോയി? സാധാരണ ഇതൊക്കെ ചെയ്യണത് നമ്മുടെ ഒരു നേതാവുണ്ട്. അങ്ങനെ അല്ലേല്ലോ പുള്ളിക്കാരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആരുടെ കാലാണ് ഓടിക്കുന്നത്? ഓ, 5-6 കിട്ടി. പിന്നെ ഒന്നും നോക്കില്ല. ഏകദേശം ഇത്രയും വലിയ വന്നപ്പോ ഞാനും അതാ വിചാരിച്ചത്. ദേവനെ കൊണ്ട് ഇതൊക്കെ പറ്റുന്നു. അതിനെ താൻ എന്തോ ആലോചിച്ചു. ഓ, ഇപ്പൊ പിടികിട്ടി. ഒരാളെ വെട്ടിക്കൊന്നു, ഒരാളെ കുത്തിക്കൊന്നു. അങ്ങനെ ചെയ്യാൻ ഞങ്ങളുടെ പാർട്ടി മൂലമെന്ന സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരല്ല. देशवासियों, शांति और समाधान भी हमारा लक्ष्य है. നീ കൂടുതൽ പറയണ്ട. നീയൊക്കെ ലോക തോൽവിയെന്ന് ഞങ്ങൾക്കറിയാം. എവിടെയാണോ ഞങ്ങൾ തോറ്റത്? രാജ്യം ഞങ്ങളൊന്ന് അത് സൃഷ്ടിച്ച സാമ്പത്തിക തകർച്ച, പെട്രോളിന്റെ വില, അനാവശ്യം 3000 കോടിയുടെ പ്രതിമ, ഇതൊക്കെ തോൽവിയല്ലോ. വോട്ട് നിരോധനം തോൽവിയാണ്. വരും വരും ഒരു മണപ്രചാരണം. പിന്നെ GST അത് കുറച്ചു നാൾ കഴിഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ പെട്രോൾ അതെന്നെ ബാധിക്കില്ല. മാത്രമേ പെട്രോൾ അടിക്കൂ. പിന്നെ എവിടെയാണോ അത് ഇന്നെ ബാധിക്കണം. പിന്നെ വണ്ടിയില്ലാത്ത താനെന്നാണോ പെട്രോൾ കാര്യം പറഞ്ഞു. അത് തന്നെ ബാധിക്കുന്നില്ല. ഓണം വേണ്ട. അല്ല എന്റെ കാര്യം വിട്. ശബരിമല നീ എന്നെ ചെയ്തോ? നല്ല വിഷയം. ഇത് എപ്പോ മുടിയോ? അതിനെന്താ ഇപ്പൊ തീർത്തല്ല. നമ്മുടെ രമേശിന്റെ ഭാര്യ എന്നാ പോകുന്നത്? ഭയക്കാരൻ ഇവന്മാരെ വിറ്റ കാശുണ്ടെങ്കിൽ ആ പടത്തിൽ എന്നോടാ പറഞ്ഞേ. ഞാൻ എടുക്കുന്നല്ലോ പടത്തിലെടുക്കാൻ ഒന്നുമില്ല.
ഞാൻ വളരെ ബിസിയാണ്. അത്യാവശ്യമായി ടെസ്റ്റ് ചൂസിട്ട് വീട്ടിൽ പോകണം. ജെന്നിഫർ ഗർഭിണിയാണല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ജെന്നിഫർ ആ എന്തായാലും ഗർഭിണിയല്ലേ, കുറച്ച് മധുരപലാരങ്ങൾ കൊണ്ടുപോകും. ജെന്നിഫർ അവരെ പെഡോഗാണ്. പട്ടിക്ക് അത്യുത്തമം. ആ അതുപോലെ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ സ്ഥലങ്ങളിലേക്ക് പോകണം. ഞാൻ ഉച്ചവഴിക്ക് എത്തും. ആ പിന്നെ അവിടെ കിടക്കുന്ന പാത്രം പ്രത്യേകം പറയാം, ഇവനെല്ലാം ചെയ്തോളാം. ഗുഡ്. ഞാൻ ഇംഗ്ലീഷ് എനിക്ക് ചൊറിഞ്ഞു തരണം. അതെന്റെ പരമോ, നീ എങ്ങനെ ഇത് സഹിക്കണേ? ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ കൂടി നമ്മൾ കുറച്ച് താഴ്ന്നു കൊടുത്തേ പറ്റൂ. എന്താ അവിടെ ഒരു ഇംഗ്ലീഷ്? മാത്രല്ല ഞാനിവിടെ ബോംബെയിൽ വന്ന് പട്ടിണിയും പരിവെട്ടാൻ നടക്കുമ്പോ അവളുടെ അച്ഛനാ പുള്ളിക്കാരന്റെ ചായക്കടയിൽ എനിക്ക് ജോലി തന്നത്. പിന്നെ പുള്ളിക്കാരന്റെ തന്നെ മകളെ ഒരു നാടൻ മലയാളിയെ കൊണ്ട് തന്നെ കെട്ടിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതിന് ഇരയായി ഞാൻ തന്നോട് അപ്പഴേ പറഞ്ഞ ഇതൊന്നും നടക്കില്ല. ഇംഗ്ലീഷ് എല്ലാം കാണുന്നുണ്ട്. നമ്മുടെ മാഷല്ല വരുന്നത്. മാഷേ, മാഷ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞോ? ആ കഴിഞ്ഞു. എന്നാ ഇങ്ങോട്ട് വാ. അയ്യോ തീരെ സമയമില്ല. അതൊന്നും സാരില്ല മാഷ്, മാഷ് ഇങ്ങോട്ട് വാ. ശരി വാ മക്കളെ. ആ റോഡിലൂടെ വരണ്ട, കുട്ടികളല്ലേ, ആ പാലത്തിൽ കൂടെ വന്നാ മതി. കുട്ടികളുടെ നാവിൽ നിന്ന് മലയാളം കേൾക്കുന്നതിന് ഒരു സുഖല്ലേ. ഇവിടെ അറിഞ്ഞിട്ടുണ്ട്, എത്ര നാളായി പറയുന്നു മലയാളം ക്ലാസ്സിന് പോകാൻ. ആര് പോകാൻ? നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു മക്കളെ ഇന്നത്തെ ക്ലാസ്? നാട്ടില് ഞാൻ ഇന്ന് കവിതകളെ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോ ഇത് കേരളത്തിൽ വെച്ചൊരു പാട്ട് പഠിപ്പിച്ചു. മക്കളെ മാമനൊരു പാടി കൊടുത്ത്. കേരളത്തെ കുറിച്ചുള്ള പാട്ടാണ്. അത് നന്നായി. എന്നാ മാവിന് കേൾക്കട്ടെ. ഇങ്ങനെ പാടി മക്കളെ. പാടി പാടി. ശ്യാമസുന്ദര കിരകിരാന ഭൂമി ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി. ശ്യാമസുന്ദര കിരകിരാന ഭൂമി മാനവർക്കും സമത നൽകിയ അവിരിതൻ ഭൂമി. മധുര വനിത ലളിത കലകൾ കിളിയും മലർവാടി. ശ്യാമസുന്ദര കിരകിരാന ഭൂമി. അടിപൊളി. പക്ഷെ മക്കൾക്ക് ഞാൻ ഒരു സമ്മാനം തരുന്നു. വാരണമ നിങ്ങൾക്ക് വായിച്ചു കൊണ്ടുവരാം. ഓ ഇതൊക്കെ ഞങ്ങൾ വായിച്ചതാ. ഇത് സ്ഥിരമായി വായിക്കുന്നതാണ് പറഞ്ഞിട്ട്. എന്റെ രക്ഷിതാക്കളും നല്ല സപ്പോർട്ടാ. ഞങ്ങളെ വെസ്റ്റ് കൊണ്ടൊരു മലയാളം ക്ലാസ് പാട്ടും കവിത ഒക്കെ പഠിപ്പിക്കും. പക്ഷെ പറഞ്ഞിട്ടെന്താ, കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും പറഞ്ഞു. ഈ മലയാളത്തിലെ എഴുതി കൊടുക്കണം, അവരെ ഇംഗ്ലീഷിലാണ്. പിന്നെ എങ്ങനെയാ പഠിക്കാറ്? ആഴ്ചയിൽ 2 മണിക്കൂർ കിട്ടിയാൽ അങ്ങനെ അവർ എഴുതാനും വായിക്കാനും പഠിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അവർ ചെയ്യുന്നു. ഭാഗ്യത്തിൽ എന്റെ കയ്യിൽ കുട്ടികൾ കിട്ടും. അവർക്ക് എഴുതാനും വായിക്കാനും പിന്നെ അക്ഷരം തിരിച്ചറിയണ്ടായിരുന്നു. അതിന്റെ എന്റെ പണി പറഞ്ഞു. അവരുടെ രക്ഷിതാക്കൾ സപ്പോർട്ട് ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഞങ്ങൾ എഴുതും. പിന്നെ പരുവിന്റെ മോനെ പലപ്പോഴും മലയാള ക്ലാസ് കിട്ടാൻ മതി. എന്നാ ശരി മക്കളെ, വാ പോവാം. കേട്ടിട്ട് കൊതിയാവുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എത്ര തവണ പറഞ്ഞു മലയാളം ക്ലാസ്സിന് പോകാൻ. ആര് പോകാൻ? അതിന് പറ്റിയൊരമ്മയും മകൻ ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ മതി പോലും. അതെടുക്കട്ടെ, ഞാനെന്താ വച്ചല്ലേ, ഇത് ഭക്ഷണത്തിന്റെ കടയിൽ ഉദ്ഘാടനമല്ല. എന്നെ വിളിച്ചിരുന്നു. ഞാനും വരാം. അയ്യടാ, വിളിക്കാത്ത സ്ഥലത്ത് വന്നാണില്ലേ. അടിപൊളി, നല്ല ആളുകളാണ് കേട്ടോ താമസ. പണ്ട് ഞങ്ങൾ രണ്ടുപേരും ട്രെയിൻ കയറി വന്ന കാലം.
ധർമ്മ നിങ്ങളവിടെ നിൽക്കണ്ടേ ഇത് വേഗം മാറോ നേരത്തെ ഒന്നെന്തായാലും നന്നായി ഞാൻ മനസ്സിലാവിന്റെ കടയുടെ ഉദ്ഘാടനത്തിൽ ഞാൻ വന്നിട്ട് എല്ലാം തുണി പാത്രം എല്ലാം കഴിയണം ആ ശരി Should I do this? Yes. If you do this, you will go to next level. Okay. എന്താണ് ചെയ്തത് അടുത്ത രംഗത്തോടുകൂടി നാടകം അവസാനിക്കും. വിഷമിക്കണ്ട ഡോക്ടർ ഇപ്പൊ കൊണ്ടുവരും എന്തിനാ പഠിക്കുന്നത് തുറന്ന് പറ നമ്മുടെ മകൻ ഇപ്പൊ നല്ല സ്ഥലത്താ ഡോക്ടർ നായർ മെന്റൽ ക്ലിനിക് എടുപ്പൊക്കെ പറഞ്ഞ അന്താശുപത്രി എന്തിനാണോ വെറുതെ വിഷമിപ്പിക്കാൻ? ഞങ്ങൾ പേടിക്കണ്ട, ഡോക്ടർ ഇപ്പൊ കൊണ്ടുവരാവണേ. വിഷമമോ ഭാഗ്യവാന്മാരല്ലേടോ ഞങ്ങൾ സ്വന്തം അമ്മയെ പട്ടിയെ തല്ലി ചാക്കുന്നത് പോലെ തല്ലി ചാച്ച് അത് വീഡിയോ എടുത്ത മകന്റെ രക്ഷിതാക്കൾ വേറെ എവിടെയുണ്ടോ ഇതുപോലത്തെ ഒരു മകൻ ഭാഗ്യവാന്മാർ പരമഭാഗ്യവാന്മാർ അതിലുപരി മണ്ടന്മാർ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 15,000 രൂപയുടെ മൊബൈൽ ഫോൺ വീട്ടിൽ വൈഫൈ കണക്ഷൻ ആഡംബരത്തിന്റെ അങ്ങേയറ്റമായ ഈ ഭവനം എല്ലാത്തിനും കാരണക്കാരിവൻ അതിന് വില കൊടുക്കേണ്ടി വന്നതും ഇവിടെ തന്നെ വെട്ടികൾ എല്ലാത്തിനും അതിൻ്റെതായ ഹായ്, ഞാൻ ഡോക്ടർ റോയ്, നിങ്ങളുടെ മകനെ ചികിത്സിക്കുന്ന ഡോക്ടർ. എനിക്ക് എന്റെ പേഷ്യന്റെ മാതാപിതാക്കളുമായി സംസാരിക്കണം.
എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കുന്ന ചാവെടുത്തോണ്ട് വരും. വളരെ കോംപ്ലിക്കേറ്റ് ആണ് നിങ്ങളുടെ മകന്റെ കാര്യം. അവനെ എന്റെ കിട്ടുമ്പോൾ സോഷ്യൽ ഫോബിയ എന്ന രോഗം ബാധിച്ചവനായിരുന്നു. സമൂഹത്തിൽ ചെല്ലാൻ പഠിക്കാൻ അവൻ ആരുമില്ലായിരുന്നു. കൂട്ടുകാർ, സ്കൂൾ, ക്ലാസ്, പിന്നെ വീട്, ഇത് മാത്രമായിരുന്നു അവന്റെ ലോകം. ബട്ട് പെട്ടെന്ന് ഫോണിൽ ഒരാളെ പരിചയപ്പെട്ടു. സ്ട്രേഞ്ചർ, കംപ്ലീറ്റ് സ്ട്രേഞ്ചർ. പിന്നെ അവനായിരുന്നു അവന്റെ ലോകം. എല്ലാം നിയന്ത്രിക്കുന്ന അവൻ ഒരുത്തൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവനൊരു ഗെയിമിന്റെ അഡ്മിനാണ്. ഒരു പക്ഷേ നിങ്ങളെ ഗെയിമിനെ കുറിച്ച് കേൾക്കാണ്. ബ്ലൂവേ, ബ്ലൂവേ അതായിരുന്നു ആ ഗെയിമിന്റെ പേര്. കേട്ടാണല്ലോ. അതിനകത്ത് അവൻ അഡിക്റ്റ് ആയിപ്പോയി. എന്ത് ചെയ്യാം? കാരണക്കാർ നിങ്ങൾ തന്നെ. അവൻ എന്നോട് വന്നിട്ടുണ്ട്. അവൻ തോന്നി, സൂരജ് അകത്ത് വരൂ. Sorry. Sorry. ഓക്കെ, ഇനിയെങ്കിലും സൂക്ഷിക്കുക. ഇപ്പോൾ നോർമലാണ്. ബട്ട് ബി കെയർഫുൾ. സോ സൂരജ്, ബൈ, ടേക്ക് കെയർ. പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ മകനെ ഈ സമൂഹത്തിനോട് പേടിയാണെന്ന്. വിവരവും വിദ്യാഭ്യാസവും തന്നെ വാക്കുകൾ ഞാൻ വിശ്വസിച്ചു. അത് അനുസരിച്ച് നടന്നു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇവിടത്തെ മറാഠി സമൂഹം ഇവനെ അംഗീകരിക്കില്ല. അവർക്ക് എന്നും ഇവനൊരു അന്യഭാഷാക്കാരനാണ്. മലയാളം ശരിക്കും അറിയാത്ത ഇവനെ നമ്മുടെ സമൂഹം അംഗീകരിക്കില്ല. മലയാളം ക്ലാസ് നിനക്കും നിന്റെ അമ്മയ്ക്കും പുച്ഛം. ഇംഗ്ലീഷ് നല്ല ഭാഷയാ, പല മഹാന്മാരും ഉപയോഗിച്ചിരുന്ന ഭാഷ. പക്ഷേ അത് ഉപയോഗിക്കുന്ന എല്ലാവരും മഹാന്മാരാകണമെന്നില്ല. മര്യാദയ്ക്ക് സ്വന്തം ഭാഷ സംസാരിക്കാൻ അറിയാത്ത ഇവൻ അന്യഭാഷ പഠിച്ചിട്ട് എന്ത് കാര്യം? സാരില്ല, ഇനി എന്റെ മോൻ ഈ വീട്ടിൽ മലയാളം മാത്രം സംസാരിച്ചാൽ മതി. Sure, Dad. I will try. എടാ, ഈ വീട്ടിൽ നീ മലയാളം മാത്രം സംസാരിച്ചാൽ മതി. Dad, don't yell at me. മാതാപിതാക്കളോട് സംസാരിക്കുമ്പോ സംസാരിക്കണം. നിന്റെ അച്ഛൻ നിനക്ക് പറഞ്ഞിരുന്ന ആദ്യത്തെ പാഠം. ഇനി നീ വളരാൻ പോകുന്നത് പരമുവിന്റെ മകനായിട്ടാ. വട്ട പൂജ്യത്തിൽ നിന്നും തുടങ്ങിയാ ഞാൻ ഇപ്പൊ വീണ്ടും അതേ സ്ഥലത്ത് വന്ന് നിൽക്കുന്നു. നമുക്ക് വീണ്ടും മുന്നോട്ട് തുടങ്ങാം. അതിന് ആദ്യം മനസ്സ് ശുദ്ധിയാവണം. മനസ്സിൽ ഇരുട്ട് മാറണം. കത്തിക്കടാ വിളക്ക്, No. കത്തിക്കടാ. No, Dad. അടിക്കല്ല, Dad ചെയ്യാം. അങ്ങനെ മലയാളം വരട്ടെ. ഇനി എന്റെ മോൻ നന്നാവും. ഈ കല്യാണം കഴിക്കുമ്പോ ഭാര്യയും ഭർത്താവും കെട്ടേണ്ട ഒരു വേഷമുണ്ട്. കുടുംബിനിയും ഗൃഹനാഥനും എന്നാണ് ആ വേഷത്തിന്റെ പേര്. കുടുംബിനി എന്ന നിന്റെ വേഷം പരാജയായിരുന്നു. നീ എനിക്ക് ഗൃഹനാഥന്റെ വേഷം തന്നില്ല. സ്വന്തം ഭാഷയെ പുച്ഛിക്കുന്ന നീയും നിന്റെ മോനും തോറ്റില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ. പഠിക്കാൻ നമുക്ക് മലയാളത്തെ, അറിയാൻ നമുക്ക് ആ ഭാഷയുടെ മാധുര്യത്തെ, പറയാൻ നമുക്ക് ഈ സമൂഹത്തോട്. ഞാനും